പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, വിധിപ്പകർപ്പ് പൂർണ്ണമായി പുറത്തു വന്നതോടെ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ പൊതുജന സമക്ഷം കൂടി വന്നിരിക്കുകയാണ്. അതിലൊന്ന് ED ഒരു നിർദ്ദേശം നൽകിയിരുന്നു ROCK എന്നുള്ളതാണല്ലോ. അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ED അന്വേഷണം ഇപ്പോൾ ഉണ്ടോ, അതോ ആ സമയത്തായിരുന്നോ, ഈ 2021 കാലഘട്ടത്തിലായിരുന്നോ? അതിന്റെ വിവരങ്ങൾ താങ്കൾക്കുണ്ടോ? 2021 വീണയുടെ എക്സാലോജി കമ്പനിയും 8 കമ്പനികളുമായി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നൊരു പരാതി EDക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് നൽകിയത് എന്റെ പിതാവ് ശ്രീ PC ജോർജ് ആയിരുന്നു. ആ അന്വേഷണമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയിലുള്ള അന്വേഷണമാണോ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിലൊരു കുഴപ്പമുണ്ട്. കാരണം ആ അന്വേഷണങ്ങളെല്ലാം വീണയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയും ബാക്കിയുള്ള 8 സ്ഥാപനങ്ങൾ, ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ള പരാതിയിൽ മേലുള്ള 8 സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളാണ്. അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് സേവനം കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലേക്ക് വന്നപ്പോൾ KSIDC കൂടി ഇൻവോൾവ് ആയപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് കൂടി പിൻബലമായി വന്നപ്പോഴാണ് ഈ കേസിനെ നമുക്ക് കൃത്യമായ ചാനലിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അന്ന് ഉള്ള അവസ്ഥ ED അതിന്മേൽ അന്വേഷണം തുടരുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഈ ഉത്തരവിൽ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്. ഓരോ ഘട്ടത്തിലും വീണയ്ക്ക് നോട്ടീസ് കൊടുത്തതും വീണ ഇവിടുന്ന് വിളിച്ചു വരുത്തിയതും അതുപോലെ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പെനാൽറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ROC നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസത്തെ കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തത് സത്യവാങ്മൂലത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് EDയുടെ അന്വേഷണം തുടരുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം തീർത്ത് ഞാൻ പറയാം, ഇപ്പോഴത്തെ SFI അന്വേഷണത്തിന്റെ ചാർജ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിനൊരു ഒരു ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ED ഈ കേസിലേക്ക് എൻ്റർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് ഒരു 4-5 പേജിൽ ഒതുങ്ങും, കാരണം SFIക്ക് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്നായിരിക്കുമെന്ന്. പക്ഷേ ഹൈക്കോടതിക്ക് എന്തുകൊണ്ട് SFI അന്വേഷണം എന്നത് സമർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലിത് ശൂന്യതയിൽ നിന്നുണ്ടായ കേസല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഹൈക്കോടതി എക്സാലോജി കമ്പനിയുടെ ചരിത്രം പറയുകയാണല്ലോ. അങ്ങനെയാണല്ലോ ഈ AKG സെന്ററിന്റെ വിലാസം. അന്നങ്ങനെ AKG സെന്ററിന്റെ വിലാസം കൊടുത്തു. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ അത് ആളില്ല എന്ന് പറഞ്ഞ് മടങ്ങി. അവിടെ 1 ലക്ഷം രൂപയുടെ പെനാൽറ്റി വിധിച്ചു. അത് പിന്നെ കുറഞ്ഞ് 20,000 രൂപയായി. ആ പിഴ അടയ്ക്കേണ്ടി വന്നു. അവിടെ തുടങ്ങി ഈ EDയുടെ നിർദ്ദേശപ്രകാരമുള്ള ROC അന്വേഷണം. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഘട്ടങ്ങളായുള്ള ഈ ROCയുടെ അന്വേഷണങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ആവശ്യപ്പെട്ടത് തൃപ്തികരമല്ലാത്ത വിശദീകരണമൊക്കെ. അപ്പോൾ ഈ മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷമല്ല ഇതൊക്കെ സംഭവിച്ചത്. അതിനു മുൻപേ ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അന്നേ ഈ PT തോമസിനെ പോലെയുള്ള ആളുകൾ നിയമസഭയിൽ പോലും പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് നേരെ ആക്രോശിച്ച മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം കള്ളമാണെന്നല്ലേ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പല ഭാഗങ്ങളും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തല്ല, ഇന്ന് വരെ ചർച്ച ചെയ്ത എന്റെ കേസ് എവിടെ എത്തി നിൽക്കുന്നത്? 2016 മുതൽ 19 വരെയുള്ള ഇടപാടുകളെ സംബന്ധിച്ച് ഉള്ള ഒരു വിധിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ 2019 മുതൽ 2023 എന്റെ റിട്ട് കൊടുത്തതിന് ശേഷം 2023 ഡിസംബർ 18 വരെ നടന്ന ഇടപാടുകളെ സംബന്ധിച്ച് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോ 2019 വരെ നടന്നിട്ടുള്ള ഈ 1,72,00,000 എന്നൊക്കെ പറഞ്ഞത് വെറും പീനട്ടാണ്. അത് വളരെ നിസ്സാരമായി കാണാവുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ഒത്തിരി 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 വലുതാണ് ഇവിടെ നടന്നിട്ടുള്ള ഇടപാടുകൾ. പക്ഷെ ഒരു കാര്യം കൂടി, ഒരു സംശയം കൂടി ഉണ്ടാകും ശ്രീ ഷോൺ ജോർജ്. ഈ 2019 അവസാനിച്ച ഈ CMRലുമായിട്ടുള്ള ഇടപാട്, അതിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയ ശേഷം, അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിയിൽ വന്നത് 2023 അതിനും ശേഷമാണല്ലോ ഈ SFIയുടെയും ഒക്കെ അന്വേഷണം വന്നത്. അപ്പോൾ ഈ ROCയുടെ അന്വേഷണം നേരത്തെ തുടങ്ങി. പക്ഷേ ഈ ROC റിപ്പോർട്ട് നൽകാൻ ഇത്രയും വൈകിയതിൽ എന്തുകൊണ്ട് അങ്ങനെ വൈകി? ആ ഒരു സംശയം ഉയർന്നാലോ? അന്വേഷണം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായതാണോ? ഈ ഒരു സംഭവം വിവാദമായതോടുകൂടിയല്ലേ ROC റിപ്പോർട്ട് നൽകിയത്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുന്നത് 2023 ജൂൺ മാസത്തിലാണ്. ഞാൻ ആദ്യത്തെ പരാതി നൽകുന്ന 9-ാം മാസത്തിലാണ്. പക്ഷെ അതിനു മുമ്പേ
അല്ല, പക്ഷെ അത് പുറത്തു വന്ന സമയമല്ലേ ശ്രീ ഷോൺ ജോർജ്, ഈ 2023 ജൂൺ എന്നുള്ളത്? അല്ല ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുന്നത് 2023 ജൂണിലാണ്. തുടർന്നോളൂ, താങ്കൾ പറഞ്ഞോളൂ. 2023 ജൂണിലാണ് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് അവര് ഇതില് 2019 വരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്ത് ഉത്തരവിറക്കിയത് 2023 ജൂണിലാണ്. അപ്പോ അതിനു മുമ്പ് നടന്നിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ചും ആ അന്വേഷണം എവിടെ എത്തിയെന്നും അത് എവിടെ എത്താതിരുന്നുവെന്നും ഇതൊക്കെ പറയേണ്ടത് ഇ ഡി അല്ലെങ്കിൽ ROC ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എനിക്ക് എന്റെ പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എവിടെ എത്തിയില്ല എന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ആളല്ല ഞാൻ. പക്ഷെ താങ്കൾക്ക് ഈ അന്വേഷണം സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ കൈവശമുണ്ടാകുമല്ലോ. താങ്കൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു താങ്കൾ ചില തെളിവുകൾ നൽകിയെന്ന്. ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണോ? ശനിയാഴ്ച കൂടുതൽ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നത് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുത്തത് KSIDC എന്ന് പറയുന്ന സർക്കാർ ഏജൻസിയാണ്. ആ KSIDCയുടെ പങ്ക് വരുമ്പോഴാണ് കൃത്യമായി ഇത് സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, അതിൽ അധികാര ദുർവിനിയോഗം എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പങ്ക് അല്ലെങ്കിൽ എന്തിനു വേണ്ടി വീണ വിജയനെ CMR എന്ന് പറയുന്ന കമ്പനി ഫീഡ് ചെയ്തു എന്ന് പുറത്തറിയണമെങ്കിൽ കൃത്യമായി KSIDCയുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ആ പങ്ക് സംബന്ധിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം KSIDC കോടതിയിൽ സമർപ്പിച്ചെന്താണ്, സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് ഇവിടെ KSIDCക്ക് വേണ്ടി വന്നത്. വല്ല വാർത്തകൾ വന്നാണ്. അപ്പൊ KSIDC അദ്ദേഹം പറഞ്ഞ തന്നെയാണ്, ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എവിടെയും KSIDCയെ പരാമർശിച്ചിട്ടില്ല. ശരിയാണ്, ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് KSIDCയെ പരാമർശിച്ചിട്ടേ ഇല്ല. പക്ഷേ അവിടെ KSIDCയുടെ പങ്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എന്റെ കടമയാണിപ്പോ, എന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ട രേഖകളാണ് ഞാൻ SFIക്ക് കൈമാറിയിട്ടുള്ളത്. അത് ഇന്റർം ആപ്ലിക്കേഷൻ ആയിട്ട് ഞാൻ അവർക്ക് അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തു. കോടതിയിൽ ഞാൻ IA ആയിട്ട്. അതുമാത്രമല്ല, KSIDCയുടെ പങ്കാളിത്തം ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ROC എറണാകുളം നടത്തിയ അന്വേഷണത്തിൽ അവർ നൽകിയ രേഖകൾ, KSIDC നൽകിയ രേഖകളും കൃത്യമല്ല, വേഗാണെന്നുള്ള പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ. KSIDCയുടെ ഉത്തരവിന്റെ കോപ്പി ഞാൻ അത് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്തരവിന്റെ അല്ല, വിശദീകരണത്തിന്റെ കോപ്പി. ആ വിശദീകരണത്തിൽ ഒറ്റ പേപ്പറിൽ ഇപ്പൊ CMRലൊരു 3-4 പേപ്പർ, ഒരു 3-4 ഷീറ്റിൽ അവരുടെ വിശദീകരണം കൊടുത്തു. അത് ഷോൺ ജോർജിനെ കുറിച്ചുണ്ട്, ഇതിന്റെ പരാതിയിൽ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. KSIDC പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പങ്കില്ല, ഞങ്ങൾ എന്റെ ഞങ്ങൾ ഇതിന്റെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഇത് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഒറ്റവാക്കിൽ അവസാനിപ്പിക്കുക ചെയ്ത്. അത് ശരിയല്ല. കാരണം KSIDC എന്ന് പറയുന്നത് ഒരു പ്രൊമോട്ടർ കമ്പനിയാണ്. പ്രൊമോട്ടർ കമ്പനിയിൽ കൃത്യമായ റെസ്പോൺസിബിലിറ്റി അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉൾപ്പെടെ ആ കമ്പനിയുടെ കൂട്ടുത്തരവാദിത്വം രേഖാമൂലം അഫിഡവിറ്റിലൂടെ സെബിക്ക് കൊടുക്കുന്നത് KSIDC ആണ്, പ്രൊമോട്ടർ കമ്പനി എന്നല്ല. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനേടും കമ്പനിയെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അറിവുണ്ട്. അതിന് ഈ കരിമണൽ ഖനനവുമായി നടന്ന കാര്യങ്ങൾ KSIDCക്ക് കൃത്യമായി അറിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ കോടതിയെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി,